പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അധ്യായമായ അർജുന വിഷാദ യോഗത്തിലെ 23 വരെയുള്ള ശ്ലോകങ്ങളാണ് നാം ഇന്നലെ വരെ ചിന്തിച്ചത്. ഇന്ന് നമുക്ക് 24, 25 ശ്ലോകങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. 24-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: സഞ്ജയ ഉവാച ഏവമുക്തോ ഋഷികേശോ ഗൂഢാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. 25-ാമത്തെ ശ്ലോകം: ഭീഷ്മദ്രോണ പ്രമുഖദഃ സർവേഷാം ച മഹീഷിതാ ഉവാച പാർത്ഥ പശ്യേതാൻ സമവേതാൻ കുരുനിതി. ഏവമുക്തോ ഋഷികേശോ ഗൂഢാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. 24-ാമത്തെ ശ്ലോകം. 25: ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീഷിതാൻ ഉവാച പാർത്ഥ പശ്യേതാൻ സമവേതാൻ കുരുനിതി. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: സഞ്ജയൻ പറഞ്ഞു, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, അർജുനനാൽ ഇപ്രകാരം പറയപ്പെട്ടവനായ ശ്രീകൃഷ്ണൻ ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിൽ ഭീഷ്മർ, ദ്രോണർ തുടങ്ങിയവരുടെ മുന്നിൽ ഉത്തമമായ രഥത്തെ സ്ഥാപിച്ച ശേഷം, ഹേ അർജുന, ഒത്തുചേർന്ന കുരുവംശത്തെ കണ്ടുകൊള്ളൂ എന്നു പറഞ്ഞു. അതായത്, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് ദേവദത്തം മുഴക്കി ഗാണ്ഡീവം കയ്യിലെടുത്ത് ദുഷ്ടബുദ്ധിയായ ദുര്യോധനന്റെ വിജയമാഗ്രഹിച്ച് ഞങ്ങളോട് യുദ്ധം ചെയ്യുവാൻ വന്നിരിക്കുന്നവരെ ഞാനൊന്നു കാണട്ടെ എന്നു പറഞ്ഞപ്പോൾ അതനുസരിച്ചുകൊണ്ട് ഭഗവാൻ എന്തു ചെയ്തു? രഥത്തെ ആനയിച്ചു. ആ രഥത്തെ ഇരു സൈന്യത്തിനും മധ്യത്തിൽ കൊണ്ടുപോയി നിർത്തി. ഇവിടെ കുരുക്ഷേത്രത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 20 ലക്ഷത്തിൽ പരം കാലാൽ ഭടന്മാരും മനുഷ്യന്മാരും ലക്ഷോപലക്ഷം കുതിരകളും ആനകളും എല്ലാം കൂടി നടക്കുന്ന ഒരു യുദ്ധഭൂമിയിൽ എത്ര വലിപ്പം ഉണ്ടാവും? ഒരു ജില്ലയുടെ അത്രയും വരും. അങ്ങനെ മഹത്തും ബൃഹത്തുമായ വിസ്തൃതമായി കിടക്കുന്ന കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എവിടെ വേണമെങ്കിലും ഭഗവാന് തേര് നിർത്താം. പക്ഷേ ഭഗവാൻ എന്തു ചെയ്തു? ദ്രോണരുടെയും ഭീഷ്മരുടെയും മുന്നിൽ കൊണ്ടുപോയിട്ട് തേര് നിർത്തി. എന്നിട്ട് പറഞ്ഞത്, നിന്റെ ശത്രുവിനെ കണ്ടോളൂ എന്നല്ല, നിന്റെ എതിരാളികളെ കണ്ടോളൂ എന്നല്ല, സമവേതാൻ കുരുനിതി, നിന്റെ കുടുംബക്കാരെ കണ്ടോളൂ, കുരുവംശത്തെ കണ്ടോളൂ. കുരുവംശത്തിലാണ് ദുര്യോധനൻ, കുരുവംശത്തിലാണ് അർജുനനും. എല്ലാവരുടെയും വംശം ഒന്നാണ്, ഏട്ടനനിയന്മാരുടെ മക്കളാണ്. അതുകൊണ്ട് പറഞ്ഞു, നീ നിന്റെ കുടുംബത്തെ കാണൂ അർജുന. നിന്നോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നവര് നിന്റെ ബന്ധുക്കളാണ് എന്ന ഓർമ്മപ്പെടുത്തൽ. എന്തിനാണ് ഭഗവാൻ ഇത് പറയേണ്ട കാരണം? ഭഗവാൻ ആദ്യമേ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? ഇതൊക്കെ നിന്റെ ശത്രുവാണ്, ഇത് നിന്റെ ബന്ധുക്കളാണെന്ന് എനിക്കും നിനക്കൊക്കെ അറിയാം, പക്ഷേ ഇതൊക്കെ നിന്റെ ശത്രുക്കളാണ്, ഇവരെ മുഴുവൻ കൊന്നേക്കൂ എന്ന് ഭഗവാൻ ഒറ്റ വാക്കിൽ പറയാം. പക്ഷേ ഭഗവാൻ പറഞ്ഞു, ഭീഷ്മരുടെയും ദ്രോണരുടെയും മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തിയിട്ട് പറഞ്ഞു, നീ നിന്റെ കുരുവംശത്തെ കാണൂ, നിന്റെ പിതാമഹനെ കാണൂ, നിന്റെ ഗുരുവിനെ കാണൂ. അതാണ് അർജുനൻ ഏറ്റവും പ്രിയമുള്ള പിതാമഹൻ, അർജുനന് വളരെ പ്രിയപ്പെട്ട ഗുരുവായ ദ്രോണർ. ഇവർ 2 പേർക്കും ഇതേപോലെ അർജുനനെ വളരെ ഇഷ്ടമാണ്. അർജുനൻ തൻ്റെ ഉത്തമ ശിഷ്യനാണ്, വിശ്വവിഖ്യാതനായ ശിഷ്യനാണ് എന്ന് ദ്രോണർ ഇടയ്ക്കിടെ പറയുമായിരുന്നു. അർജുനന്റെ അസ്ത്രവിദ്യയിലുള്ള നൈപുണ്യം
ഭീഷ്മരെ എപ്പോഴും സന്തോഷിപ്പിച്ചിരുന്നു. അങ്ങനെ അർജുനനെ ഏറെ സ്നേഹിക്കുന്ന ഈ രണ്ട് യോദ്ധാക്കൾക്ക് മുന്നിൽ കൊണ്ടുപോയിട്ട് രഥം നിർത്തിയിട്ട് ഭഗവാൻ പറഞ്ഞു, നീ നിന്റെ കുടുംബത്തെ കണ്ടാലും എന്ന് അർജുനനോട് പറഞ്ഞു. ഇവിടെ ഭഗവാനെ ഋഷികേശോ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. സകല ഇന്ദ്രിയങ്ങളെയും ജയിച്ചവനാണ്. എങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ ജയിക്കുക? നോക്കൂ, നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. ആ ഇന്ദ്രിയങ്ങളുടെ സുഖമാണ് നാം അനുഭവിക്കുന്നത്. നല്ല കാഴ്ച കണ്ണ് നമുക്ക് നൽകുന്നു. ചീത്ത കാഴ്ചയും നൽകുന്നത് ഇതേ കണ്ണ് തന്നെയാണ്. നല്ല കേൾവിയും ചീത്ത കേൾവിയുമുണ്ട്. നല്ല രുചിയും അരുചികളുമുണ്ട്. എല്ലാം നമുക്ക് നൽകുന്നത് ഇന്ദ്രിയങ്ങളാണ്. ആ ഇന്ദ്രിയങ്ങൾക്കൊപ്പമാണ് ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യനും സഞ്ചരിക്കുന്നത്. നാവിനിഷ്ടമുള്ളത് കഴിക്കുക. നമുക്കറിയാം, ഈസ്ട്രജൻ കുത്തിവെച്ചിരിക്കുന്ന കോഴി വളരെ വളരെ ദോഷമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിലൊരു തർക്കവുമില്ല. പക്ഷേ അത് മസാലയിട്ട് പൊരിച്ച് ഫാസ്റ്റ് ഫുഡ് കേന്ദ്രത്തിൽ നിന്ന് അതിൻ്റെ മണം പുറത്തേക്ക് വരുമ്പോൾ അവിടെ കയറുന്നു, കഴിക്കുന്നു. ഇന്ദ്രിയത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. മദ്യം വിഷമാണ് എന്ന്, അത് കുടിക്കുമ്പോൾ സാമ്പത്തികം, കുടുംബജീവിതം, ആരോഗ്യം സകലതും തകരുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്നവനാണ് ഓരോ മദ്യപാനിയും. പക്ഷേ മദ്യം കുടിക്കുമ്പോൾ ഇന്ദ്രിയത്തിന് കിട്ടുന്ന സുഖത്തിനു വേണ്ടി ഇതൊക്കെ മറന്നു പോകുന്നു. സാന്ദർഭികവശാൽ പറയട്ടെ, സുഖങ്ങൾ രണ്ട് തരമുണ്ട്. ഒന്ന് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ്. മദ്യപിക്കുമ്പോൾ സുഖം കിട്ടുന്നില്ലേ? പിന്നെ ആളുകൾ ഈ പണിക്ക് നിൽക്കുമോ? മദ്യപിക്കുമ്പോൾ എന്തോ ഒരു സുഖം കിട്ടുന്നുണ്ട്. അത് പലപ്പോഴും നിർവചിക്കാൻ കഴിയുന്ന സുഖമായിരിക്കില്ല. ലക്ഷക്കണക്കിന് ആളുകൾ യാതൊരു മാനവുമില്ലാതെ ബീവറേജ് കോർപ്പറേഷൻ്റെ മുന്നിൽ മണിക്കൂറുകളോളം ക്ഷമയോടുകൂടി ക്യൂ നിൽക്കുന്നു. 10 മിനിറ്റ് അവർ റേഷൻ കടക്ക് മുന്നിൽ ക്യൂ നിൽക്കുമോ? ക്യൂ നിൽക്കില്ല. അവരവിടെ അക്ഷമരാകും. എന്നാൽ എന്തുകൊണ്ടാണ് മണിക്കൂറുകളോളം മദ്യം മേടിക്കുവാൻ വേണ്ടി ക്യൂ നിൽക്കുന്നത്? അവരുടെ ഇന്ദ്രിയങ്ങളെ മദ്യം കീഴ്പ്പെടുത്തി. മദ്യത്തിൻ്റെ സുഖമാണ്, പക്ഷെ അത് നെഗറ്റീവ് സുഖമാണ്. മദ്യം മേടിക്കാൻ ഉപയോഗിച്ച പൈസ കൊണ്ട് മറ്റാഹാര പദാർത്ഥങ്ങൾ മേടിച്ച് വീട്ടിൽ വന്ന് കുടുംബത്തോടൊപ്പം ഇരുന്നു കൊണ്ട് മക്കളെ മടിയിൽ വെച്ച് താലോലിച്ച് ഭക്ഷണം കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. ആ സുഖം പോസിറ്റീവ് സുഖമാണ്. അപ്പം മനുഷ്യന്മാർ നെഗറ്റീവും പോസിറ്റീവുമായ സുഖത്തിന് പിന്നാലെ സഞ്ചരിക്കുന്നവരാണ്. അവിടെയാണ് ഇന്ദ്രിയങ്ങളെ ജയിച്ച ഭഗവാൻ നമുക്ക് മാതൃകയാകുന്നത്. കണ്ണിന് എപ്പോഴും നല്ല കാഴ്ചകളെ ഇഷ്ടപ്പെടുന്നു. സിനിമ നമ്മെ ആനന്ദിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കിഷ്ടപ്പെട്ട നായകൻ, നായിക, കളർഫുൾ അവസ്ഥ, അതൊക്കെ നമ്മുടെ കണ്ണിന് ഇമ്പമേകുന്നു എന്നതുകൊണ്ട് ആളുകൾ സിനിമയെ ആകർഷിക്കുന്നു. കണ്ണിന് നല്ല കാഴ്ചയാണത്. ചെവിക്ക് ഏതൊക്കെ ശബ്ദമാണ് ഇഷ്ടപ്പെടുന്നത്? ഉദാഹരണത്തിന്, ഒരു കാക്ക കരഞ്ഞു, പാവം കാക്ക അതിൻ്റെ ശബ്ദം പുറപ്പെടുവിച്ചു, നമുക്ക് അലോസരം തോന്നും. ഒരു കുയിൽ കൂകി, നമുക്ക് എന്തെന്നില്ലാത്ത ആനന്ദം തോന്നും. രണ്ട് പക്ഷികളും അവരുടെ ശബ്ദമാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഒന്ന് അലോസരമായി, ഒന്ന് ആനന്ദമായി. കാരണം ഇന്ദ്രിയങ്ങൾ നമുക്ക് നൽകുന്ന സുഖമാണ്. അപ്പം കേവല മനുഷ്യൻ ഇന്ദ്രിയങ്ങളുടെ സുഖത്തിനു പിന്നാലെ സഞ്ചരിച്ച് ഒരു ദിവസം മരിച്ചു പോകുന്നു. അങ്ങനെ മരിച്ചു പോകുന്നവർ ജീവിതത്തിൽ എവിടെയും നോട്ട് ചെയ്യപ്പെടുന്നില്ല. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ, നിങ്ങളിവിടെ ജീവിച്ചിരുന്നു എന്നതിന് എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിച്ചിട്ട് പോകണം. കാരണം നിങ്ങൾ ജനിച്ചത് മൃഗമായിട്ടല്ല, പക്ഷിയായിട്ടല്ല, ഉറുമ്പായിട്ടല്ല, ജനിച്ചത് മനുഷ്യനായിട്ടാണ്. അനന്ത വികാസ സാധ്യതയുള്ള ബുദ്ധിയോടൊത്ത മനുഷ്യനായി ജനിച്ചിട്ടും അറിവിനെ സമ്പാദിക്കുവാൻ കഴിയുന്ന തലച്ചോർ നമുക്ക് നൽകിയിട്ടും ആനയെ നിയന്ത്രിക്കുവാനുള്ള ബുദ്ധിശക്തി നമുക്ക് നൽകിയിട്ടും
ജലത്തിൽ മത്സ്യത്തെപ്പോലെ സഞ്ചരിക്കുവാനും ആകാശത്തിൽ പറവയെപ്പോലെ സഞ്ചരിക്കുവാനും ചന്ദ്രനിൽ ചെല്ലുവാനും ചൊവ്വയിൽ പേടകമയക്കുവാനും കഴിയുന്ന മനുഷ്യൻ, ആ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് ഞാനും ഒരു മനുഷ്യനായിരുന്നു എന്ന എന്തെങ്കിലും ഒരു മാർക്ക് ഇവിടെ നിങ്ങൾ അവശേഷിപ്പിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ ജയിക്കണം. അതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ ഭഗവാനെ വിശേഷിപ്പിച്ചത് ഋഷികേശം, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ ഭഗവാൻ. ഇവിടെ അർജുനനെ വിളിക്കുന്നത് എന്താണ്? ഗൂഢാകേശൻ, ഉറക്കത്തെ ജയിച്ചവൻ. ഉറക്കം അതിമനോഹരമായൊരവസ്ഥയാണ്. ഉറക്കം ഒരുപാട് സുഖം നൽകുന്ന അവസ്ഥയാണ്. ഉറക്കം മഹത്തായ ഒരു ദൈവ അനുഗ്രഹം കൂടിയാണ്. ഒരു ദിവസം ഉറക്കമില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പിറ്റേ ദിവസം യാതൊരു ആനന്ദവും ലഭിക്കില്ല. നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, മനുഷ്യൻ 3 അവസ്ഥയിലൂടെ കടന്നു പോകുന്നു എല്ലാ ദിവസവും. അതൊന്ന് ജാഗ്രതയാണ്, ഉണർന്നിരിക്കുന്ന അവസ്ഥ, ജാഗ്രത. രാത്രി 10 മണിക്ക് ഉറങ്ങാൻ പോയി, കിടന്നു, 10-15 മിനിറ്റ് കഴിഞ്ഞ് ഉറങ്ങി, നേരെ സ്വപ്നത്തിലേക്ക് പോകുന്നു. ജാഗ്രതയിൽ നിന്ന് നമ്മുടെ മനസ്സ് സ്വപ്നത്തിലേക്ക് പോകുന്നു. സ്വപ്നം എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളും ആഗ്രഹങ്ങളുമാണ്. ഞാൻ ഇതുവരെ ഉഗാണ്ട സ്വപ്നം കണ്ടിട്ടില്ല. കാരണം ഉഗാണ്ട എന്ന അനുഭവം എനിക്കില്ലാത്തത് കൊണ്ട്. ഈ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കെ ഒരു പുലർച്ചെ 2 മണി, കൃത്യമായ സമയമില്ല, 2 മണിയോടുകൂടി നാം സുഷുപ്തിയിലേക്ക് പോകും. അത് മരണത്തിന് തുല്യമായ അവസ്ഥയാണ്. സ്വപ്നമില്ലാത്ത, ചിന്തകളില്ലാത്ത, ബുദ്ധി പ്രവർത്തിക്കാത്തൊരവസ്ഥ. ശരീരത്തിലെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നു, ഹൃദയം പ്രവർത്തിക്കുന്നു, കാര്യങ്ങളൊക്കെ നടക്കുന്നു. അത് 2-2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സുഷുപ്തി. ആ ഒരു സുഷുപ്തി മനുഷ്യന് ലഭിച്ചില്ല ഒരു ദിവസമെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് യാതൊരു സ്വസ്ഥതയും ഉണ്ടാവില്ല. സുഷുപ്തിയിൽ ഉറക്കമെഴുന്നേറ്റാൽ, ഉണർന്നു പോയാൽ പിന്നീട് ഉറങ്ങാനും പറ്റില്ല. ഒരു 3 മണിക്കൊക്കെ ഉണർന്നു പോയാൽ നമുക്ക് ഉറങ്ങാനും പറ്റില്ല. ജാഗ്രതയിൽ നിന്ന് സ്വപ്നത്തിലേക്ക് വന്നു, സ്വപ്നത്തിൽ നിന്നും സുഷുപ്തിയിലേക്ക് പോയി, സുഷുപ്തിയിൽ നിന്നൊരു 4:30 മണിയോടുകൂടി വീണ്ടും നാം സ്വപ്നത്തിലേക്ക് വരുന്നു. ആ സ്വപ്നത്തിലേക്ക് വരുമ്പോഴേക്കും മനസ്സിനെ ഉണർത്തണമെന്നാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 6 മണിക്കാണ് ഒരു മനുഷ്യൻ എഴുന്നേൽക്കുന്നതെങ്കിൽ വീണ്ടും ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ സമയം അദ്ദേഹം സ്വപ്നത്തിന്റെ ലോകത്തുകൂടെയും സഞ്ചരിക്കുന്നു. ആ സ്വപ്നത്തിൽ നിന്ന് വീണ്ടും ജാഗ്രതയിലേക്ക് വരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആചാര്യന്മാർ നമ്മുടെ ഉറക്കിനെ പോലും നിർവഹിച്ചിട്ടുണ്ട്. ഹിന്ദുവിന് എന്താ ഉള്ളത് എന്നൊക്കെ ചില ആളുകൾ ചോദിക്കില്ലേ? ആയിരക്കണക്കിന് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യന്റെ രാത്രിയിലുള്ള ഒരു 8 മണിക്കൂർ 6 മണിക്കൂർ ഉറക്കിനെ എങ്ങനെയാണ് നിർവഹിച്ചത്? ജാഗ്രതയിൽ നിന്നും സ്വപ്നം, സ്വപ്നത്തിൽ നിന്നും സുഷുപ്തി, സുഷുപ്തിയിൽ നിന്നും സ്വപ്നം, സ്വപ്നത്തിൽ നിന്നും വീണ്ടും ജാഗ്രത, ഉണർന്നെണീക്കുന്നു. അങ്ങനെ ഉറക്കിനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വിജയിക്കുക എന്നാണ് അർത്ഥം. നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഉറക്കിനെ ജയിച്ച ആളാണ്. ഉറക്കിനെ ജയിച്ചു എന്നതാണ് 18 മണിക്കൂർ ജോലി ചെയ്യുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഉദാഹരണം പറയുകയല്ല. നമുക്കേറെ പരിചിതനാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി. അദ്ദേഹം കഴിഞ്ഞ 18 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റായി എന്ന ഒരു വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഏതെങ്കിലും ഒരു ദിവസം ലീവ് എടുത്തു, പ്രധാനമന്ത്രി പദത്തിൽ നിന്നും ലീവ് എടുത്തു, നമ്മൾ കേട്ടിട്ടില്ല. മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ലീവ് എടുത്തിട്ടില്ല. പോട്ടെ, അദ്ദേഹം ഏതെങ്കിലും ഒരു വേദിയിൽ വെച്ച് ക്ഷീണിച്ച് കോട്ടുവായിടുന്നൊരവസ്ഥയുണ്ടല്ലോ, അങ്ങനെ ഒരു ഫോട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവില്ല. കാരണം അദ്ദേഹം ഉറക്കത്തെ ജയിച്ചിരിക്കുന്നു. മുകേഷ് അംബാനി ഉറക്കത്തെ ജയിച്ച ആളാണ്. 4 മണിക്കൂറോ മറ്റാണ് ഉറങ്ങുന്നത്. ചിദാനന്ദപുരി സ്വാമികൾ, മഹാഗുരു, ഉറക്കത്തെ ജയിച്ച ആളാണ്. വളരെ കുറച്ച് സമയം മാത്രമാണ് സ്വാമിജി ഉറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ യാത്രകൾ നിരന്തരമാണ്. അമേരിക്കയിൽ പോയിട്ട് യൂറോപ്പ് പര്യടനം കഴിഞ്ഞിട്ട് ഇപ്പം അടുത്തെത്തിയതേ ഉള്ളൂ. ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ അങ്ങനെ നടക്കുന്ന 2 പേരെയാണ് നമുക്ക് സമീപ കാലത്ത് കാണുവാൻ കഴിയുന്ന. ഒരുപാട് മഹാത്മാക്കളുണ്ട്, നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മഹാത്മാക്കളുണ്ട്. എന്നാൽ സന്യാസിയിൽ നിന്ന് അനേക സന്യാസിമാർ, പക്ഷെ നമുക്ക് പരിചയമുള്ളൊരു സന്യാസി എന്ന രീതിയിൽ നമുക്ക് സ്വാമിജികളെ പരിചയപ്പെടുത്തുവാൻ കഴിയുന്നത് നിരന്തരമായിട്ട് അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് വിശ്രമം ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്.
നമ്മൾ 6 മാസം 7 മാസം മുമ്പൊക്കെ ബുക്ക് ചെയ്ത ആളാണ് ഒരു പരിപാടിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് യാതൊരു ക്ഷീണവുമില്ല. രോഗങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ അതൊക്കെ മനസ്സുകൊണ്ട് അതിജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയും. അതാണ് ഗൂഢാകേശൻ, ഉറക്കിനെ ജയിക്കുവാൻ കഴിഞ്ഞവൻ. ആ അർത്ഥത്തിലാണ് അർജുനനെ ഭഗവാൻ അഭിസംബോധന ചെയ്യുന്നത്. എന്താണ് പറയുന്നത്? ഈ വിശാലമായ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ആരെ കണ്ടാൽ അർജുനന്റെ മനസ്സ് ഇളകിപ്പോകുമോ അവരുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് പറയുന്നു, നീ നിന്റെ കുടുംബക്കാരെ കാണൂ. എന്തിനാണ് ഭഗവാൻ 24 25 ശ്ലോകത്തിൽ ഇങ്ങനെ പറയാൻ കാരണം? ഇതല്ലേ ചിലപ്പോൾ അർജുനന്റെ മനസ്സ് ഇളകിപ്പോയിട്ടുണ്ടാവുക. യുദ്ധം തുടങ്ങി, യുദ്ധം മുന്നോട്ട് പോകുമ്പോഴായിരുന്നു ഈ കൺഫ്യൂഷൻ അർജുന് വന്നതെങ്കിൽ ആ യുദ്ധഭൂമി ആകെ അസ്വസ്ഥമാകുമായിരുന്നു. പാണ്ഡവന്മാർക്ക് തോൽവി ഉറപ്പാകുമായിരുന്നു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ കൺഫ്യൂഷനും അവസാനിപ്പിക്കണം. നാം ഏതൊരു ജോലി തുടങ്ങുന്നതിന് മുമ്പും ആ ജോലിയുടെ കൃത്യമായ പ്ലാനിങ്, അത് കൃത്യമായി ചെയ്തു, അതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ലെന്ന് 100% ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ കർമ്മക്ഷേത്രത്തിൽ ഇറങ്ങാൻ പാടുള്ളൂ. യുദ്ധഭൂമിയിൽ യുദ്ധത്തിന് തയ്യാറായി ശംഖ് മുഴക്കിയതേയുള്ളൂ. ഒരസ്ത്രം പോലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയിട്ടില്ല. അസ്ത്രമെയ്ത ആളുകൾ മരിച്ചു. 18 ദിവസം വേണ്ട യുദ്ധം, അതിൽ 10ാമത്തെ ദിവസം അർജുനന് തോന്നുന്നു, ഞാൻ എൻ്റെ ബന്ധുജനങ്ങളെ കൊല്ലും, തെറ്റാണോ, ഞാനിങ്ങ് സന്യസിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് യുദ്ധഭൂമിയിൽ നിന്നും അർജുനൻ പിന്തിരിഞ്ഞു പോയിരുന്നുവെങ്കിൽ യുദ്ധത്തിൻ്റെ ഗതി മറ്റൊന്നാകുമായിരുന്നു, അധർമ്മം ജയിക്കുമായിരുന്നു. ഇത് വളരെ മുൻകൂട്ടി അറിയാമായിരുന്ന ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഏതെങ്കിലും സ്വാർത്ഥപരമായ മോഹങ്ങളും ചിന്തകളും അർജുനന്റെ മനസ്സിൽ അവശേഷിക്കുന്നുവെങ്കിൽ അതുകൂടി ഇല്ലാതാക്കിയിട്ട് വേണം അധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന സകലരെയും ഇല്ലാതാക്കുവാൻ. അങ്ങനെ ഇല്ലാതാക്കുവാൻ യോഗ്യരാന കഴിവുള്ള അർജുനന്റെ മനസ്സിന്റെ ഉള്ളിൽ യാതൊരു ചഞ്ചലതയ്ക്കും സ്ഥാനമുണ്ടാകരുത് എന്ന ദാർശനികതയുടെ അടിസ്ഥാനത്തിലാണ് ഭഗവാൻ നീ നിന്റെ കുരുവംശത്തെ കണ്ടോളൂ എന്ന് പറയുന്നത്. അപ്പോൾ 24 25 ശ്ലോകങ്ങൾ നമ്മൾ ഇന്ന് ചിന്തിച്ചു. 26 മുതൽ 27 28 3 ശ്ലോകങ്ങൾ നമുക്ക് നാളെ ചിന്തിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.